ഹായ് ഹലോ, ഇറ്റ്സ് മീ അഞ്ജലി. എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും അബിയും കൂടി കോഴിക്കോടേക്കാണ് യാത്ര. കോഴിക്കോട് അമ്മയുടെ വീട്ടിലേക്കാണ് യാത്ര. അതിന് മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് 2 സ്ഥലത്ത് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. ഇല്ല അബി? അപ്പം ഞാനും അബിയും കൂടിയുള്ള ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് എവിടെ വരെ പോകുന്നറിയില്ല. അപ്പോൾ പോകുന്നത്രോളം പോവും, പോകുന്നിടത്തോളം പോവും. അപ്പോൾ അത് കഴിയുന്നത് വരെ ഞാനിങ്ങനെ നിങ്ങളെയും എൻ്റെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ കയറിയപ്പം അബിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്ന പ്രഹസനങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ അവൻ കാര്യമായിട്ട് ഇതിനൊന്നും ബിഹേവ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോടെത്തി ഞങ്ങൾ ഓട്ടോയിലാണ് അതായത് അച്ഛനും അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയത്. അമ്മ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ അത് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ഗോകുലമാളിൽ കയറിയായിരുന്നു. അബി പറഞ്ഞു, അമ്മ എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ അതായത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്, നടക്കാവിലുള്ള എൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. പുറത്ത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ വീട്. കാരണം എന്താ വെച്ചാൽ വെക്കേഷനിൽ വരുമ്പോൾ മാത്രം പോകുന്നൊരു സ്ഥലം. പിന്നെ അതുമല്ല, എൻ്റെ അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സാണ്, അവരുടെ മക്കളും, അങ്ങനെ എല്ലാവരും കൂടി നല്ല വെക്കേഷൻ ഇവിടെ വരുന്ന സമയത്ത് മാക്സിമം അടിച്ചു പൊളിക്കാറുണ്ട്. പണ്ടത്തെ ഒരു തറവാട് വീടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ക്ഷീണമായിട്ട് വേഗം തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. പുറത്തിറങ്ങി വേഗം വീട്ടിലെത്തി ഒരുപാട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു സുഖത്തിലങ്ങനെ കിടക്കുകയാണ് ഞാൻ എൻ്റെ മോനും. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞ ശേഷമാണ് പണ്ടത്തെ ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയത്. കക്ക് കളിക്കാനുള്ളൊരു മോഹം. പണ്ട് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ കസിൻസ് എല്ലാവരും ഈ മുറ്റത്തുനിന്ന് ഇഷ്ടം പോലെ കക്ക് കളിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടം കിട്ടിക്കഴിഞ്ഞാലാണ് കക്കിൽ മെയിൻ ആവുക എന്നുള്ളൊരു പരിപാടിയൊക്കെ ആയിരുന്നു പണ്ട്. അപ്പോൾ അതേപോലെ ഇന്ന് വീണ്ടും കക്ക് കളിക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു ഞാനും അനിയത്തിയും. അപ്പോൾ ഞങ്ങൾ കളിക്കുന്ന കണ്ടിട്ട് അതായത് മോന് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അവൻ എന്തൊക്കെയോ വരച്ച് കാട്ടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അമ്മാമ്മയും അമ്മയുടെ അനിയത്തിയും പിന്നെ അമ്മായിയും എല്ലാവരും പുറത്തേക്കൊന്ന് പോയി. അത് കഴിഞ്ഞ് ഞാനും അനിയത്തിയും പിന്നെ എൻ്റെ 2 കസിൻസ് ഞങ്ങൾ ഗോകുലത്തിൽ വീണ്ടും വൈകുന്നേരം പോയി. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഞങ്ങളെപ്പോഴും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ കസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തേക്ക് പോകും. അത് എത്ര ആയാലും എത്ര സമയം കിട്ടിയാലും വളരെ കുറച്ച് ടൈമാണെങ്കിലും ഞങ്ങൾ മാക്സിമം ഒരുമിച്ച് ആ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് എപ്പോഴും നിലനിർത്തുന്ന ഒരു ടൈപ്പാണ് ഞങ്ങൾ ഓരോരുത്തരും കേട്ടോ. പുറത്ത് പോയി ഫുഡ് കഴിക്കുക, പിന്നെ ഫിലിമിന് പോവുക, അതൊക്കെയാണ്. പക്ഷേ ഇന്ന് ഫിലിമിനൊന്നും പോയില്ല. ഞങ്ങൾ ഗോകുലത്തിൽ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ അനിയത്തിയുടെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്ലാനിങ്ങും ഡിസ്കഷൻസും അങ്ങനെ എപ്പോഴും സ്കൂളും കാര്യങ്ങളായിട്ട് നടക്കുന്ന എനിക്ക് ഇതൊക്കെ ലെഷർ ടൈമാണ്. കാരണം വീട്ടിലും സ്കൂളുമായിട്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പോവാറ്. ഹായ് ഹലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനിയിപ്പം ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയില്ല. കാരണം ചില കാര്യങ്ങൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തു എന്നതേ ഉള്ളൂ. എൻ്റെ ചെറിയ സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ്. എല്ലാവരും കാണാം. ഓക്കെ, ബൈ.